ഇനി അടുത്തത് എട്ടാമത്തെ പ്രോബ്ലം ആണ്. ദ വാല്യൂ ഓഫ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ 2x മൈനസ് വൈ സ്ക്വയർ ഡി എ ഓവർ ദ റെക്ടാംഗുലർ റീജിയൻ ആർ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ ലൈൻസ് y is equal to minus x plus 1, y is equal to x plus 1 and y is equal to 3 is option A 68 by 3, B minus 68 by 3, C 58 by 3, D minus 58 by 3. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ആ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 ലൈൻസ് വന്നിട്ടുണ്ട്. ആ ലൈനുകളുടെ ഇടയിലുള്ള ഏരിയയാണ് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്താണ് നമ്മൾ y is equal to 3 എന്നുള്ളത്. ഇത് x ആക്സിസ് ആണ്, ഇതെന്താണ് y ആക്സിസ് ആണ്. y is equal to 3 എന്ന് പറയുന്ന ഒരു ലൈൻ ആയതുകൊണ്ട് നമുക്ക് എന്നിട്ടും 3-നകത്തൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് 2 ലൈൻ ഉണ്ട് അല്ലെ. ഒന്ന് പറഞ്ഞാൽ y is equal to x plus 1, y is equal to x plus 1. y is equal to x plus 1 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലൈൻ വരയ്ക്കണമെങ്കിൽ 2 പോയിന്റ് വേണം. അപ്പൊ ഒരു പോയിന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ x equal to 0. x equal to 0 ആണെങ്കിൽ y-യുടെ വാല്യൂ എന്തായിരിക്കും? 0 plus 1 is equal to 1 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ പറ്റി? ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? y is equal to 3 എന്ന് പറയുന്ന ലൈനിനകത്തുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. y is equal to 3 എന്ന് പറയുന്ന ലൈനിലേക്കുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ y is equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയിട്ട് എക്സിന്റെ ടേമിലേക്ക് x equal to എന്നുള്ള എഴുതുക. x equal to 1 അങ്ങോട്ട് പോകുമ്പോൾ y minus 1 കിട്ടും. ഓക്കെ, ഇനി y എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട് y is equal to 3 ആയതുകൊണ്ട് x equal to 3 minus 1 is equal to എന്താണ്? 2 എന്നുള്ള പോയിന്റ് കിട്ടും. അപ്പൊ y 3 ആകുമ്പോൾ x എന്താണ്? 2 ആണ്. അപ്പൊ 2 എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ y is equal to 3 എന്ന് പറയുന്നത് ഈ ലൈനിനകത്തുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഈ 2 പോയിന്റും കൂടി കൂട്ടി വരയ്ക്കുമ്പോൾ ഒരു ലൈൻ കിട്ടി. ഈ ലൈൻ എന്താണ്? y is equal to x plus 1 അല്ലെങ്കിൽ എന്താണ്? x equal to y minus 1. ഓക്കെ, ഒരു ലൈൻ. ഇനി ഒരു ലൈൻ കൂടി ഉണ്ട്. y is equal to minus x plus 1. അതേപോലെ തന്നെ x equal to എന്താണ്? നേരത്തെ പോലെ 0 കൊടുക്കുക. അപ്പൊ y is equal to 1 ഉണ്ട്. ഈ പോയിന്റ് തന്നെയാണ്. ഇനി എക്സിന്റെ ടേമിലേക്ക് എക്സിന്റെ ഇക്വേഷൻ ആക്കി മാറ്റുക. അപ്പൊ മൈനസ് എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് ആയിരിക്കും. അപ്പൊ y അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് y ആയിരിക്കും. അപ്പൊ 1 മൈനസ് y. ഇനി അതേപോലെ y is equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x is equal to 1 മൈനസ് 3 is equal to എന്താണ്? -2. അപ്പൊ -2 എന്നുള്ള പോയിന്റ് ഇതാണ്. അപ്പൊ 3 ആകുമ്പോഴാണ് അത് -2 ആകുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, ഇനി ഇത് രണ്ടും തമ്മിൽ എന്താണ്? കൂട്ടി വരിക്കുക. അപ്പൊ രണ്ടാമത്തെ ലൈനും നമുക്ക് കിട്ടി, മൂന്നാമത്തെ ലൈൻ. അങ്ങനെ നമ്മൾ ഈ ഇക്വേഷൻ തരിക y is equal to minus x plus 1 ആണ്, അല്ലെങ്കിൽ എന്താണ്? x equal to 1 minus y ആണ്. അപ്പൊ ഇതാണ് നമ്മളെ ലിമിറ്റ് അല്ലെ. അപ്പൊ ഈ ലൈനൊക്കെ കിട്ടി. നമുക്ക് ഈ ഏരിയ, ഈ ട്രയാങ്കുലർ ഈ ഏരിയന്റെ ഉള്ളിലുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ എന്താണ്? 2x മൈനസ് വൈ സ്ക്വയർ ഡി എ എന്നാണ്. ഡി എ നമ്മൾ dy ഇൻറ്റു ഡി എക്സ് എന്ന് എടുക്കാം. dy ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ, ഡി എക്സ് ഇൻറ്റു ഡി വൈ എടുക്കും. ഫസ്റ്റ് നമ്മളത് എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിപ്പ് എടുക്കുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെ. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ? 1 മൈനസ് വൈ. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? y മൈനസ് 1. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി, എക്സിന്റെ ലിമിറ്റ് കിട്ടി. ഇനി അടുത്ത് എന്താണ്? വൈയുടെ ലിമിറ്റ് 1 to 3. ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ആദ്യം നമ്മൾ എക്സ് വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റഗ്രേഷൻ 1 to 3. എക്സിനെ എക്സ് വെച്ച് ചെയ്യുമ്പോൾ x സ്ക്വയർ ബൈ 2 ആണ്. ഇവിടെ 2 ഉണ്ട്, കട്ടായി പോകും. അപ്പൊ x സ്ക്വയർ മൈനസ് y സ്ക്വയറിന് ചെയ്താൽ y സ്ക്വയറിന്റെ x 1 മൈനസ് y ടു y മൈനസ് 1 dy. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ 1 to 3. എക്സിന് നമ്മൾ ഇതാ അപ്പർ ലിമിറ്റ് y മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് y സ്ക്വയർ ഇൻറ്റു y മൈനസ് 1 മൈനസ് ലോവർ ലിമിറ്റ് 1 മൈനസ് y ഹോൾ സ്ക്വയർ മൈനസ് y സ്ക്വയർ ഇൻറ്റു 1 മൈനസ് y dy.
ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോ ഇന്റഗ്രേഷൻ 1 to 3 എ സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 2ab 2y into 1 2y പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ 1 ആണ്. ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് വൈ സ്ക്വയറിന്റെ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മൈനസ് വൈ ക്യൂബ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വൈ സ്ക്വയറിന്റെ 1 എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ തന്നെ ആയിരിക്കും മൈനസ് ഇതും എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ 1 മൈനസ് 2ab 2y പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ തന്നെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് വൈ ക്യൂബ് ഡി വൈ. ഇത് നമ്മൾ സോൾവ് ചെയ്യാണ്. വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2y സ്ക്വയർ. അപ്പൊ ഇന്റഗ്രേഷൻ 1 to 3 2y സ്ക്വയർ മൈനസ് 2y പ്ലസ് 1 മൈനസ് വൈ ക്യൂബ് മൈനസ് 1 പ്ലസ് 2y മൈനസ് വൈ സ്ക്വയർ. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മൈനസ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അതെന്തായിപ്പോ കട്ടായിപ്പോ അങ്ങനെ ആകുമ്പോൾ അത് എടുക്കണ്ട. അപ്പൊ മൈനസ് വൈ ക്യൂബ് ഡി വൈ. അപ്പോ മൈനസ് 2y പ്ലസ് 2y കട്ടായിപ്പോ പ്ലസ് 1 മൈനസ് 1 കട്ടായിപ്പോ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 1 to 3 2y സ്ക്വയർ മൈനസ് മൈനസ് വൈ ക്യൂബ് ഇൻറ്റു മൈനസ് വൈ ക്യൂബ് 2y ക്യൂബ് ഡി വൈ. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2y ക്യൂബിന് വൈ സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്താൽ 2y ക്യൂബ് ബൈ 3 മൈനസ് 2y റേസ് ടു 4 ബൈ 4 1 to 3. അപ്പൊ ഇവിടെ കട്ടായി പോയിട്ട് 1/2 വരും. അപ്പൊ 2/3 ഇൻറ്റു വൈ ക്യൂബ് അല്ലെ 3 ക്യൂബ് മൈനസ് 1 ക്യൂബ് മൈനസ് 1/2 ഇൻറ്റു 3 റേസ് ടു 4 മൈനസ് 1 അല്ലെ. അപ്പൊ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. 27 മൈനസ് 1 ഇസ് ഈക്വൽ ടു 27 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 26. 26 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 52. 52/3 മൈനസ് 3 റേഷ്യോ 4 എന്ന് പറഞ്ഞാൽ 81. 81 മൈനസ് 1 80. 80/2 എന്ന് പറഞ്ഞാൽ 40. അപ്പൊ ഇതിന് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഡിവൈഡ് ബൈ 3 വരും. ഇതിനർത്ഥം 52 LCM ആണ് 3 എടുത്തിരിക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ 120. അപ്പൊ നമുക്ക് കിട്ടും 120 മൈനസ് 52 എന്ന് പറഞ്ഞാൽ മൈനസ് 68/3. ഇതാണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ മൈനസ് 68/3 ആണ് ഓപ്ഷൻ കറക്റ്റ് ആയത്. ഇത് നിങ്ങൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലിമിറ്റ് എങ്ങനെയാണ് എടുക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ ഡി എ. ആർ ഇസ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y is equal to 16/x, y is equal to x and x equal to 8. അപ്പൊ I is equal to ഡബിൾ ഇന്റഗ്രൽ അപ്പൊ ഇന്റഗ്രൽ r to s ഇന്റഗ്രൽ p to q x സ്ക്വയർ dy dx. വാട്ട് ഈസ് r? ഈ ലിമിറ്റ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ആ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് x equal to 8 y is equal to x 16/x എന്നുള്ള. അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മൾ ഡ്രോ ചെയ്യാണ്. ഡ്രോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. x equal to 8 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. y is equal to x എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ലൈനാണ് അല്ലെ. അപ്പൊ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 8,8 അതായത് y is equal to x ആയതുകൊണ്ട് 8,8 ആണ് വരുന്നത്. 8,8 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എഴുതുന്നത് ഡബിൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു dy dx. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ y is equal to 16/x എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത്. 16/x അതല്ല അതിന്റെ പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പൊ ഈ y is equal to 16/x എന്ന് പറഞ്ഞാൽ ഇപ്പൊ x equal to 8 അല്ല, y is equal to 16/x. x equal to 8 ആകുമ്പോൾ y is equal to എന്തായിരുന്നു 2 ആയിരുന്നു. x equal to 8 ആകുമ്പോൾ y is equal to 2 എന്ന് പറയുന്ന ഒരു പോയിന്റ്. അപ്പൊ ഇത് പറഞ്ഞാൽ 8 ആണ്, ഇതെന്താണ് 8 ആണ് അല്ലെ. അപ്പൊ 2 എന്നുള്ള പോയിന്റ് ഇവിടെ വരും. ഓക്കെ, ഇനി അടുത്ത എന്താണ് ഈ ലൈനിനകത്തുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഈ ലൈനിൽ y is equal to x ആണല്ലോ. ഈ ഒരു ലൈനിനകത്ത് y is equal to എന്താണ് x ആണ് അല്ലെ. അപ്പോ y is equal to x ആകുമ്പോൾ ഈ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക വൈക്ക് പകരം ഈ എക്സ് കൊടുത്താൽ മതി. അപ്പോ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 16/x. അപ്പൊ എന്നിട്ടും എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്നിട്ടും √16
ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 അല്ലെ. അപ്പൊ എപ്പോഴെന്താണ് നമുക്ക് ഏകദേശം മനസ്സിലായി ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക ലൈൻ എന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ y ഇങ്ങനെയാണ് ഉണ്ടാകുക, മനസ്സിലായോ? y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സ്ട്രിപ്പ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെയുള്ള പോയിന്റ് എന്തായിരിക്കും, എപ്പോഴും എന്തായിരിക്കും, +4 ആയിരിക്കുമല്ലോ. കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, PQ എന്ന് പറഞ്ഞാൽ y ആണ് ഫസ്റ്റ് ഉണ്ട്. y എന്ന് പറഞ്ഞാൽ ഈ ലൈൻ മുതൽ ഈ ലൈൻ എന്താണ്, y is equal to 16/x ആണ്. അപ്പൊ 16/x ടു ഈ ലൈൻ എന്താണ്, y is equal to x ആണ് അല്ലെ. അപ്പൊ ഇവിടുന്ന് പോലെ ഇവിടം വരെയാണ് ഇന്റഗ്രേറ്റ്. ഇവിടെ എത്രയാണ് എക്സിന്റെ വാല്യൂ 4 ആണ്, ഇവിടെ എത്രയാണ് എക്സിന്റെ വാല്യൂ 8 അല്ലെ. അപ്പൊ ഇവിടെ r എന്ന് പറയുന്നത് എന്താണ്, +4 ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. വേണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക, ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ്, ലിമിറ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ r എത്രയാണ്, 4 ആണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് ദ ടെട്രാഹെഡ്രൺ bounded by the coordinate planes and the plane z is equal to 4 minus 4x minus 2y. Option A 1/3, B 2/3, C 1, D 4/3. ഓക്കെ. അപ്പൊ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഡബിൾ ഇന്റഗ്രേഷൻ വെച്ചിട്ടുള്ള വോളിയം ആണ്. അപ്പൊ ഡബിൾ ഇന്റഗ്രേഷൻ ആകുമ്പോൾ z എന്താണ്, dA ആണ്, dA. ഓക്കെ. അപ്പൊ നമുക്ക് dx into dy അല്ലെ dy into dx എന്ന് എടുക്കാൻ പറ്റും. അപ്പൊ z എന്ന് പറയുന്നതാണ് 4 minus 4x minus 2y into dy dx എന്ന് എടുത്തു. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്, ബിറ്റ്വീൻ ദ കോർഡിനേറ്റ് പ്ലെയിൻസ്. ഈ കോർഡിനേറ്റ് പ്ലെയിൻ ആകുമ്പോൾ ലോവർ ലിമിറ്റ് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും കേട്ടോ. ബിറ്റ്വീൻ ദ കോർഡിനേറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് പ്ലെയിൻ ആകുമ്പോൾ ലോവർ ലിമിറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ അപ്പർ ലിമിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ z is equal to 4 minus 4x minus 2y. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ z equal to 0 കൊടുക്കുക. അതായത് എന്താണ്, ഇപ്പൊ x y z എന്നുള്ള പ്ലെയിൻ ആണ്, x y z. ഓക്കെ. ഇത് എക്സ് വൈ പ്ലെയിൻ ആണ്, ഇതെന്താണ് വൈ സെഡ് പ്ലെയിൻ ആണ്, ഇതെന്താണ് സെഡ് എക്സ് പ്ലെയിൻ ആണ് അല്ലെ. അപ്പൊ z equal to 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, z equal to 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ് വൈ പ്ലെയിനകത്തുള്ള നമ്മൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കോർഡിനേറ്റ് എന്ത് ചെയ്യുന്നത്, 0 ആയിട്ട് എടുക്കുക. അപ്പൊ ഇനി അടുത്ത z equal to 0 എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും 2y is equal to 4 minus 4x, y is equal to 2h divided by 2 minus 2x. ഇത് നമുക്ക് എക്സിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, y equal to 0 കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടും 2x is equal to 2. അപ്പൊ x is equal to 2/2 is equal to എന്തായിരിക്കും, 1 കിട്ടും. അപ്പൊ y യുടെ വാല്യൂ 0 to 2 minus 2x ഉം എക്സിന്റെ വാല്യൂ എന്തായിരിക്കും 0 to 1. ഇനി ഇതിനെ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താണ്, y വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോ 4y മൈനസ് 4xy മൈനസ് 2y²/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, y² തന്നെയായിരിക്കും. 0 to 1 dx. ഇതിന്റെ ലിമിറ്റ് എന്താണ്, 0 to 2 minus 2x. ഇത് നമ്മൾ ലിമിറ്റ് എടുക്കുക. അപ്പൊ ഇന്റഗ്രേഷൻ 0 to 1. അപ്പൊ yക്ക് നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലെ. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ y ഇല്ല. അപ്പൊ 4 into 2 minus 2x മൈനസ് 4x into 2 minus 2x. ഈ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. y is equal to 2 minus 2x whole square into dx. 0 to 1. 4 into 2 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 4 into 2x എന്ന് പറഞ്ഞാൽ 8x മൈനസ് 4x into 2 എന്ന് പറഞ്ഞാൽ 8x മൈനസ് മൈനസ് പ്ലസ് ആവും. 4x into 2x എന്ന് പറഞ്ഞാൽ 8x² മൈനസ് a മൈനസ് b ഹോൾ സ്ക്വയർ a² ദാറ്റ് ഈസ് ഈക്വൽ ടു ആയിരിക്കും 2² എന്ന് പറഞ്ഞാൽ 4 മൈനസ് 2ab 2 into 2 into 2 8 മൈനസ് 8x പ്ലസ് b². അപ്പൊ 2² എന്ന് പറഞ്ഞാൽ 4x² dx. ഓക്കെ. അപ്പോ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. 0 to 1 8 മൈനസ് 8x into 8x മൈനസ് 8x എന്ന് പറഞ്ഞാൽ മൈനസ് 8x മൈനസ് 8x എന്ന് പറഞ്ഞാൽ 16x പ്ലസ് 8x² മൈനസ് 4 പ്ലസ് 8x മൈനസ് 4x² dx. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ 8 മൈനസ് 4 എന്ന് പറഞ്ഞാൽ പ്ലസ് 4. 0 to 1 4 16x പ്ലസ് 8x മൈനസ് 8x പ്ലസ് 8x² മൈനസ് 8x² ചെയ്താൽ പ്ലസ്
4x² dx. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്തിട്ടും 4x മൈനസ് 8x²/2 എന്ന് പറഞ്ഞാൽ 4x² മൈനസ് 4x³ 3. അപ്പൊ 4/3 x³ 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 - 0 ആണ്. അപ്പൊ 1 - 0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പൊ 4 മൈനസ് 4 into 1² minus 0². അപ്പൊ മൈനസ് 4 മൈനസ് 4/3 into x³. അപ്പൊ എന്നിട്ട് 1³ മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഈ 4ഉം 4ഉം എന്തായിപ്പോ കട്ടായി പോകും. അപ്പൊ നമുക്ക് കിട്ടുക അവിടെ ഇത് ഇവിടെ +4 ആണ്. +4/3 കേട്ടോ. അപ്പൊ +4/3 ഇതായിരിക്കും ഇതിന്റെ ആൻസർ. 4/3 ഇതാണ് ഇതിന്റെ ഓപ്ഷൻ.